ഈ ഓട്ടോറിക്ഷ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കുന്നുണ്ടോ? സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഡൗൺ ആയോ ഇടയ്ക്ക്? ഇല്ല, ഒട്ടുമില്ല. ഇല്ല, അത് അദ്ദേഹം അവിടെ എന്തോ ഒരു ആശയപ്പൊരുത്തമില്ലായ്മ വന്നിട്ടുണ്ടാകാം. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. ഇവിടെ ഒരു മല തന്നെ മറിയുമ്പോഴാണ് പിന്നെ മലയിൽ ചാരി നിൽക്കുന്ന ഒരാള്. അതിന്റെ ഒരു പ്രശ്നമില്ല. ഞങ്ങളൊരു മല മറിക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ മല തന്നെ മറിഞ്ഞുകൊണ്ടിരിക്കുക, ചെരിഞ്ഞത് ബാക്കി കൂടെ മറിയും. അങ്ങനെ ആ മല കൂടി മറിയാൻ പോകുന്നതിനടുത്ത് ഒരു കടമ്പയുമില്ല, കടമ്പനും. ഈ സജീവമായിട്ട് സംസാരിച്ചിരുന്നോ എപ്പോഴെങ്കിലും? നേരത്തെ സംസാരിച്ചു. അപ്പോൾ UDF ചെയർപേഴ്സൺ ആണ്. അപ്പം UDFന്റെ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ജില്ലാ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നൊരു ഒലച്ചിലുണ്ടാക്കത്തില്ലേ മുന്നിൽ? ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ? ഈ പറയുന്ന അത്യുന്നത സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നയാള് പടിയിറങ്ങി പോകുമ്പോൾ ഒരു വാക്കെങ്കിലും പറയണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ അദ്ദേഹത്തിന്റെ വിഷമത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, പറഞ്ഞാൽ തന്നെ ഞങ്ങൾ മുന്നണി എന്നുള്ള നിലയിൽ പരിഹരിക്കേണ്ട കാര്യമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് ആ പാർട്ടി ചെയർമാനോട് പറഞ്ഞ് അദ്ദേഹത്തിന് തീർക്കാനുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് പാർട്ടി ചെയർമാനെ നല്ല വിശ്വാസമാണ് എന്നാണ് ഏറ്റവും അവസാനം വരെ പറഞ്ഞിട്ടുള്ളത്. അതായത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളുടെ പുറത്ത് മുന്നണിക്ക് ഒരു സൂചനയും തരാതെയാണ് സജി മഞ്ഞക്കടമ്പിൽ പോയത്. അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ മര്യാദയാണോ? ഞാൻ മര്യാദയെക്കുറിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറയുന്നത് ശരിയല്ല. ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരു അനൗചിത്യമായിരുന്നു എന്ന് തന്നെയാണ് ഇതിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന മുഴുവൻ ആളുകളും പറയുന്നത്. അദ്ദേഹം ചെയ്തത് ദുഃഖകരമായി പോയി, അദ്ദേഹം ചെയ്യരുതായിരുന്നു. ഇനി ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ വിവാദത്തിലോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ അതിനു വേണ്ടി അദ്ദേഹം കൊളുത്തിയ വിവാദത്തിൻ്റെ തീ കെട്ടുപൊയ്ക്കോട്ടെ എന്നുള്ളതാണ്. ഈ സജി ഇടതു മുന്നണിയിലേക്ക് പോകുന്നു എന്ന് ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നു. അദ്ദേഹത്തിന് ഏത് മുന്നണിയിലും പോകാം. നമ്മൾ ജില്ലാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുന്നണി മാറി, അതും എതിർ സ്ഥാനാർത്ഥിയുടെ മുന്നണിയിലേക്ക് പോവുകയാണ്. അതുപോലെ ഇങ്ങോട്ടും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞ PM മാത്യു കേരള കോൺഗ്രസ് വാണി ഗ്രൂപ്പിലെ സമുന്നതനായ നേതാവാണ്. അവരുടെ ഉന്നതാധികാര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം XMLA ആണ്. സജി മഞ്ഞക്കടമ്പലിന് ആ സ്ഥാനങ്ങളൊന്നുമില്ല. XMLA ആണ്. അദ്ദേഹം നേരെ കോൺഗ്രസിലോട്ട് വന്നു, മുന്നണിയിൽ വന്നു. ഈ മുന്നണിയിൽ വന്നിരിക്കുകയാണ്. ഈ മുന്നണിക്ക് അനുകൂലമായി അദ്ദേഹം നിലപാടുകളെടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെറിയ ചെറിയ വൈബ്രേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാകാം. അതൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സജി പോയത് കൊണ്ട് വോട്ട് പോകില്ല. ഉറപ്പാണ്, വളരെ 100% ഉറപ്പാണ്. മാത്രമല്ല, പാർട്ടിക്കകത്തെ സത്യസന്ധരായി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും മുന്നണിക്കകത്തെ വളരെ ശക്തിയോടുകൂടി നിൽക്കുന്ന ആളുകൾക്കെല്ലാം യഥാർത്ഥത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പോകണമെന്നുള്ള ഒരു സാഹചര്യം കൂടെ. അതെ, സജി മഞ്ഞക്കടമ്പിൽ പോയതൊരു പെട്ടെന്നൊരു വാർണിംഗ് സിഗ്നലായി എടുക്കുകയും പ്രവർത്തകർ കൂടുതൽ അലർട്ടാവുകയും ചെയ്തു. അലർട്ടായി കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് പറയുന്നു.